നമസ്കാരം. ഞാൻ ആൻഡ്രൂ സിറേത്ത്. 2000 വർഷം മുമ്പ് യേശു ഈ ഭൂമിയിലേക്ക് പൂജാതനാകുമെന്ന് പ്രവാചകൻ മുഖേന അറിയിച്ചിരുന്നു. നാം അതിൽ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ ജനനവും കുരിശുമരണവും ഉയർപ്പും എല്ലാം അടങ്ങിയ ഒരവസ്ഥയിലേക്കാണ് നമുക്ക് എത്താൻ സാധിക്കുക. ദൈവം ഒരു മനുഷ്യനായി പിറന്ന് തൻ്റെ ദൈവീകത്വത്തെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീരുവാൻ വേണ്ടി അവതരിച്ചു. തൻ്റെ ജനത്തെ മുഴുവനും സേവിക്കാനും അതുപോലെ അവരെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്നതിനും യേശു വളരെയധികം പ്രയത്നപ്പെട്ടിച്ചു. രാവും പകലും ഓരോ സ്ഥലത്തും പോയെന്ന് പ്രസംഗിക്കുകയായിരുന്നു. മലയിലെ പ്രസംഗം, ഗിരിപ്രഭാഷണമെല്ലാം യേശു ശിഷ്യന്മാർക്ക് വേണ്ടി നൽകിയാണ്. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കേവലം മുക്കുവന്മാരെയാണ്. അറിവില്ലാത്തവരും നിരക്ഷരപൂക്ഷകളുമായ ആ മുക്കുവന്മാർ രാത്രിയും പകലും വള്ളവും വലമായി വഞ്ചി ഇറങ്ങി മീൻപിടുത്തക്കാരായിരുന്നു. അവർ കഷ്ടപ്പെട്ട് വരുന്നതെല്ലാം യേശു കണ്ട് അവസാനം അവരെ വിളിച്ച് പ്രകാരം പറഞ്ഞു, നിങ്ങളിനി മത്സ്യബന്ധനത്തിന് പോകേണ്ട, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിരിക്കും. അവർ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ ഇതാ അന്തം വിട്ട പോലെ നടന്നു പോകുന്നു. യേശു ധൈര്യം കൊടുത്തുകൊണ്ട് അവരെ ഓരോ സ്ഥലത്ത് വെച്ചും പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശുവിൻ്റെ പഠനം അവർക്ക് തീർത്തും മനസ്സിലായി. ഏറെക്കാലത്തെ പരിശീലന ശേഷം അവസാനത്തെ 3 വർഷം മുമ്പ് യേശു അവർ ശിഷ്യന്മാരെ സ്വീകരിക്കുകയും വീണ്ടും പഠിപ്പിച്ചുകൊണ്ട് അവരുമായിട്ട് വളരെ രമ്യതയിലും സ്നേഹത്തിലുമാകുകയും ലോകത്തിൻ്റെ ചൈതന്യം വിട്ട് ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നു. അവർ തങ്ങളുടെ ദൈവമായ യേശു സ്വർഗാരോഹണം ചെയ്യേണ്ട കാലവും സമയമായി. ആ സമയമായപ്പോൾ അവരെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എൻ്റെ പിതാവ് എന്നെ വിളിക്കുന്നു, എനിക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പോയി കഴിഞ്ഞാലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. പ്രസ്തുത ആശ്വാസനായകൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധവാന്മാരാക്കും. വരുവാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും. പരിശുദ്ധാത്മാവ് എല്ലാ വെളിച്ചവും പ്രകാശവും നിങ്ങൾക്ക് നൽകും. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദുഃഖമെല്ലാം സന്തോഷമായി മാറും. ആ സന്തോഷത്തിന് ആരും എടുത്തു കളയുകയില്ല. ആ സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വീണ്ടും വരും. നിങ്ങളുടെ ദുഃഖം ഇപ്പോൾ എല്ലായ്പ്പോഴും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പരിപൂരിതരായി. മാളികമുറിയിൽ പോയി യേശുവും ശിഷ്യന്മാരും ഒന്നിച്ച് പ്രാർത്ഥിക്കാനിരുന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു അപ്പക്കഷ്ണം എടുത്തുകൊണ്ട് യേശു മേൽപോട്ട് ഉയർത്തി കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, പിതാവേ, ഇതെൻ്റെ ശരീരമായി മാറ്റണമേ. ഇത് ഇവർക്ക് ഭക്ഷണമായി നൽകുവാൻ വേണ്ടി എൻ്റെ ശരീരം പകുത്തു കൊടുക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് ഭക്ഷണമായി കൊടുത്തു. അപ്രകാരം തന്നെ കാസയുമെടുത്ത് ശിരസ് ഉയർത്തി കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, പിതാവേ, ഇത് എൻ്റെ രക്തമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ രക്തമാക്കി മാറ്റുന്ന പിതാവ്, നിങ്ങൾ ഇതിൽ നിന്ന് വന്ന് പാനം ചെയ്യുകയും പുതിയ ഉടമ്പടിയുടെ ഫലമായ ഈ രക്തം നിങ്ങൾ വാങ്ങി കുടിപ്പീൻ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്ന നിത്യവിധിയുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നതിന് വിശക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ടായിരിക്കും. അവൻ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന നീരുറവയായി മാറും. ഇത്രയും സംഗതികളെല്ലാം ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശു ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് സംഗതികളെല്ലാം കേട്ടു, നിങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി. ഇത് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ടിരുന്ന പീഡകൾ നിങ്ങൾക്ക് ഞാൻ ഇതാ നൽകുന്നു. ആ പീഡകളുടെ ഒരു മുഖവര നിങ്ങൾ ശ്രമിച്ച് കേൾക്കുകയും 140 അടിക്ക് വേണ്ടി പീലാത്തോസ് ഉത്തരവിട്ടു. അതനുസരിച്ച് എൻ്റെ കൈകൾ കഴുകിക്കൊണ്ട് ഈ നീതിമാന്റെ കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്, ഞാൻ കൈ കഴുകി മാറി നിൽക്കുന്നു. 140 അടിക്ക് അവർ ചങ്ങലയിൽ കെട്ടി യേശുവിനെ മുട്ടിൽ നിർത്തിക്കൊണ്ട് നീളം കൂടി ചങ്ങയുടെ അറ്റത്ത് ഇരുമ്പ് കൊണ്ട് ചുറ്റിയത് ആഞ്ഞടിച്ചു. അടിയോടുകൂടി
യേശുവിൻ്റെ ശിരസ് അടുകെ പൊളിഞ്ഞു. ചിന്നിച്ചിതറിയ യേശു ശരീരം തലയിലടി കൊണ്ടപ്പോൾ യേശു പേടിച്ച് വിറച്ചുപോയി. ഇപ്രകാരം പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവേ, അങ്ങയ്ക്ക് സർവ്വം സാധ്യമാണ്. ഞാൻ ഈ പാനപാത്രം കുടിക്കാതെ കടന്നു പോകുന്നില്ലെങ്കിൽ ഇത് കുടിക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ. വീണ്ടും രണ്ടാമത്തെ അടി കൊണ്ടു ആദ്യം ഉണ്ടാക്കിയ ചിന്നൽ തന്നെ വലുതാകുകയും അതിൽ കൂടി രക്തം വരികയും വേദന കൊണ്ട് യേശു വിടുന്ന് പെടുകയും ചെയ്തു. പിതാവേ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവേ, അങ്ങയ്ക്ക് സർവ്വം സാധ്യമാണ്. ഞാൻ ഈ പാനപാത്രം കുടിക്കാതെ കടന്നു പോകുന്നില്ലെങ്കിൽ ഇത് കുടിക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ. ഇത് പറഞ്ഞതിന് മുമ്പ് മൂന്നാമത്തെ അടിയും കൊണ്ട് ശിരസ് 72 കഷ്ണമായി ചിന്നിച്ചിതറി. തൻ്റെ തലച്ചോറെല്ലാം പുറത്തു വന്നു. തൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. ആ കണ്ണിൻ്റെ ഒരു കുഴി മാത്രം, കണ്ണ് എവിടെ പോയി തറച്ച് കയറി എന്നറിഞ്ഞുകൂടാ. യേശുവിൻ്റെ മുഖം ചുങ്ങിപ്പോയി. യേശുവിൻ്റെ ഉയരത്തിൽ നിന്ന് 1/4 അടി ഉയരം കുറഞ്ഞു. മുഖം വികൃതമായി, കണ്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിൽ പ്രാകൃതമായി. യേശു പൊട്ടിക്കരയുന്നു, വീങ്ങിക്കരയുന്നു, തലതല്ലി കരയുന്നു. പിതാവേ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. പിതാവേ, അങ്ങേക്ക് സർവ്വം സാധ്യമാണ് എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. അപ്പോൾ പിതാവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, താമസം വിന ഇനിയും മഹത്വപ്പെടുത്തും. നിന്നെ ഞാൻ ശക്തിപ്പെടുത്തിയിരിക്കുന്നു, താമസം വിന ഇനിയും ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞ് തീരും മുമ്പ് മൂക്കിൻ്റെ പാലം അടിച്ചു പൊളിക്കുകയും മൂക്കിൽ നിന്ന് കുഴൽ പോലെ രക്തം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ യേശു വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞു. വേദനസഹ്യമായിരുന്നു. 32 വയസ്സ് പ്രായമുള്ള യേശുവിൻ്റെ താടിയിൽ അടിച്ചു പൊളിക്കുന്നു. എല്ലാ പല്ലുകളും കൊഴിഞ്ഞ് പല്ലുകളെല്ലാം വായയുടെ അകത്തേക്ക് വന്ന് നിറയുകയും ചെയ്തു. മോണയും അതുപോലെ മാംസകഷ്ണങ്ങളും കൊണ്ട് വായ നിറഞ്ഞു നിൽക്കുന്നു. എവിടെ നിന്ന് ഊറി വരുന്ന രക്തം കൊണ്ട് യേശുവിൻ്റെ കവളെല്ലാം നിറഞ്ഞു. കവിഞ്ഞു പൊട്ടുന്നവനായപ്പോൾ പതുക്കെ വായ തുറന്നപ്പോൾ രക്തമെല്ലാം ഒഴുകി. താടിയിൽ കൂടി ഒഴുകി, നെഞ്ചിൽ കൂടി ഒഴുകി, വയറ്റിൽ കൂടി ഒഴുകുമ്പോൾ പല്ലുകളെല്ലാം അതിൻ്റെ കൂടെ മുഴുവൻ ഒഴുകിപ്പോകുന്നു. വേദനാസഹ്യമായപ്പോൾ വീണ്ടും കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങ് കണ്ണു തുറന്ന് കാണണമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ, എൻ്റെ ദീനാലോചന കാണണമേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന പീഡകൾ അങ്ങ് നോക്കണമേ. വീണ്ടും ചെവിക്കല്ല് നോക്കി അടിച്ചു. അതിൽ നിന്ന് ചെവിക്കല്ല് തെറിച്ചു പോവുകയും ചെവിയിൽ നിന്നും രക്തം വന്നുകൊണ്ടിരുന്നു. ആ രക്തം താടിയിൽ കൂടി ഇറങ്ങി, അത് നെഞ്ചിൽ കൂടി ഇറങ്ങി, വയറിൽ കൂടി ഒഴിച്ചിറങ്ങി പോകുന്നു. പിതാവേ, ഒന്നിനു പുറമേ ഒന്നൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടു പിതാവേ? എൻ്റെ കഴുത്തിലെ കരണഞരമ്പ് മുറിക്കുന്നു. കുടത്തിലേക്ക് വെള്ളം വീഴുന്ന പോലെ എൻ്റെ രക്തം കഴുത്തിൽ നിന്ന് ഒഴുകി രക്തം തീരാറായി. വേദന കൊണ്ട് ഞാൻ കിടന്ന് പുഴയുന്നു. കർത്താവേ, കാണണമേ. മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മുതുകത്ത് കുണ്ടം കൊണ്ട് കുത്തി പൊളിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കണമോ ആ പീഡനങ്ങളെല്ലാം ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മാംസം പൊളിച്ചെടുക്കുന്നു. അസ്ഥികൾ പുറത്ത് കാണുന്നു. എത്ര അസ്ഥികൾ പുറത്തുണ്ടോ ആ അസ്ഥികളിൽ മുകളിലെല്ലാം കുത്തിപ്പൊളിച്ചുകൊണ്ട് മാംസം വലിച്ചു കയറുന്നു. ബലിഷ്ഠരായ ശക്തരായ പടയാളികൾ മാംസം വലിച്ചു പൊളിക്കുന്നു. അസ്ഥികളെല്ലാം പുറത്ത് കാണുന്നു. ഇരുവശത്തും അപ്രകാരം ചെയ്ത് ഒരു പായ പോലെ അസ്ഥികളെ കൊണ്ട് മിടഞ്ഞിരിക്കുന്നു. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാംസം 2 വശത്തും പായ പോലെ ചുരുട്ടി വയ്ക്കുന്നു. അതിൽ കൂടി ചാല് പോലെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അസ്ഥികളിൽ നിന്നും അസ്ഥികളിലേക്ക് രക്തം ഒഴുകി കയറുന്നു. ഈ സമയങ്ങളിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, എന്തെന്നാൽ പിതാവേ, ഈ രക്തം ഈ രക്തം കൊണ്ട് അനേകായിരങ്ങൾ രക്ഷപ്പെടാനുണ്ട്. അങ്ങ് പറഞ്ഞു, ഒരാൾ നഷ്ടപ്പെട്ടു പോകരുതെന്ന്. എല്ലാവരും വീണ്ടെടുക്കുന്ന വിലയ്ക്കായി എൻ്റെ രക്തം ഈ ഭൂമിയിൽ മുഴുവൻ ഞാൻ ഒഴുക്കുന്നു. എൻ്റെ രക്തം മുഴുവൻ ഈ ഭൂമിയിലേക്ക് ഞാൻ ഒഴുക്കുന്നു. ഭൂമിയിലുള്ള സകല മനുഷ്യരെ മേലും എൻ്റെ രക്തം ഒഴുകി അവരെ വിശദീകരിച്ച് കഴുകി നിർമ്മലാക്കുന്നു. ഈ സമയത്ത് യേശുവിനെ ചാട്ടവാറ്, ചമ്മട്ടി, നീളം കൂടിയ ചൂരല്, കാര മുതലായ വടികളുകൊണ്ട് അടിച്ചു പൊളിക്കുന്നു. അസ്ഥികൾ പുറത്ത് കാണുന്ന സമയം വരെ അടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു വശത്ത് അടി കൊള്ളാത്തതിനാൽ ഒരു ചങ്ങലയിൽ കെട്ടി, ഒരു കൽത്തൂണിൽ കെട്ടിപ്പൊക്കി വീണ്ടും അടി ആരംഭിച്ചു. കുറേ പേർ ഒന്നിച്ച് അടിക്കുകയും
അടിച്ചു കഴിഞ്ഞപ്പോൾ യേശു ബോധം കെട്ട് ആ ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. തലകീഴായി തൂങ്ങിക്കിടക്കുന്ന കോഴിക്കുഞ്ഞിനെ പോലെ യേശു ആ ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്നു. അടിച്ചവരെല്ലാം ഏറെ 2-3 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം തളർന്നുപോയി. അടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി. യേശുവിനെ ഓർത്ത് നിർത്തി. യേശുവിനെ നോക്കിയപ്പോൾ ഒരു തരി പോലും മാംസം ശരീരത്തിലില്ല. പിതാവിനെ വിളിച്ചപേക്ഷിച്ചു, പിതാവേ പിതാവേ, എൻ്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാവുന്നതിലായി. ഒഴുവാറെൻ്റെ മുതലൊഴുകാരി കയറി, നീളത്തിലൊഴുകാരി കയറി, ഇനി കീറി മുറിക്കാത്തതോ വെട്ടിപ്പൊളിക്കാത്ത ഒരു ഇടമില്ല. എല്ലാ വശത്തുനിന്നും രക്തധാര ഒഴുകുന്നു. രക്തം കൊണ്ട് കുളിച്ചു, രക്തമയമായി. അങ്ങേ കണ്ടാൽ തിരിച്ചറിയാൻ പോലും പാടില്ലാത്തതും അങ്ങ് വിരൂപനായി. അങ്ങയുടെ സിരകളിൽ നിന്നും, കണ്ണിൽ നിന്നും, മൂക്കിൽ നിന്നും, വായിൽ നിന്നും, ചെവിയിൽ നിന്നും, വിലാവിൽ നിന്നും, പഞ്ചക്ഷതങ്ങളിൽ നിന്നും, കൈകാലുകളിൽ നിന്നും, ആണിപ്പഴുതുകളിൽ നിന്നും, കൽമുട്ടുകളിൽ നിന്നും രക്തം ധാരധാര ഒഴുകി. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന യേശുവേ, അങ്ങയുടെ ശരീരം മുഴുവൻ ഏകവർണ്ണമായി മാറിയതാകാം. ഞടുഭാഗങ്ങൾക്ക് വേണ്ടി അങ്ങ് പരിഹാര ബലിയായി അങ്ങ് തന്നെ അനുഷ്ഠിക്കുകയും ഞടുവേദനകളും നൊമ്പരങ്ങളും അങ്ങ് ഒപ്പിയെടുക്കുകയും ചെയ്തുകൊണ്ട് സകല വേദനകളും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് ഞങ്ങളുടെ കർത്താവെ വെറുതെ വിട്ട ദൈവമേ, അവിടെ സ്നേഹം എത്ര വലുതാകുന്നു. അങ്ങയുടെ സ്നേഹിച്ചിടത്തോളം അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ കൽപ്പനകളും പ്രമാണവും ശ്രദ്ധാപൂർവ്വം അനുസരിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഇതാ മാംസം തൂക്കിയിരിക്കുന്ന ഞങ്ങളുടെ കൈകാലുകൾ ഇതാ രക്തം വലിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ശരീരത്തിൽ നിന്നും ഇതാ തോർത്ത് പിഴിയുമ്പോൾ വെള്ളം വരുന്നത് പോലെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിതാവേ, ഇനി എന്ത് ചെയ്യേണ്ടു പിതാവേ? ഏതെങ്കിലും ഒരുത്തൻ പാപിയോ പാപമോ ഉണ്ടെങ്കിൽ അതിനുകൂടി പരിഹാരം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അതിനായി എന്നെ പ്രഹരിക്കാൻ പടയാളിനെ വിട്ടു തരിക. അവർ ഇനിയും പ്രഹരിക്കട്ടെ. ഏതൊരുത്തിൻ്റെ പാപമാണ് ബാക്കിയുള്ളത്, ആ പാപം പോലും ഞാൻ കഴുകിക്കളയാൻ ഒരുക്കമാണ്, ഏറ്റെടുക്കാൻ ഒരുക്കമാണ്. തലയുടെ ചങ്ങല തൂങ്ങിയിട്ടുകൊണ്ട് അവർ വീണ്ടും അടി ആരംഭിച്ചു. ഏറെക്കുറെ അടിക്ക് ശേഷം ചങ്ങല പൊട്ടി നിലത്ത് വീഴുകയും യേശു കമന്നടിച്ച് വീഴുകയും അവിടെ നിന്ന് കോടാലിയോട് വലിച്ചു മാറ്റുകയും അരയിൽ കെട്ടിയ ചങ്ങല പിടിച്ച് മാനത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇവിടെ ഉരുണ്ടുരുണ്ട് എറിഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. 72 ഇരുമ്പാണികൾ യേശുവിൻ്റെ നെഞ്ചിൽ തറച്ചിറക്കുന്നു. അത് ഭൂമിയുടെ അടിയിലേക്ക് വരെ ഇറങ്ങുന്നുണ്ട്. വേദന കൊണ്ട് പിളയുന്നു, ദുസ്സഹമായ വേദന അനുഭവിക്കുന്നു, മരണവേദന അനുഭവിക്കുന്നു. അവിടെ കിടന്ന് ചക്രം ചുറ്റുന്നത് പോലെ യേശു വേദന കൊണ്ട് പിളയുന്നു. അടിക്കുന്നവർ ഇപ്രകാരം പറയുന്നു, രാജാവേ വാഴുക എന്ന്. രാജാവേ വാഴുക എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നു. ഇതാ കുരിശിൽ മലർത്തിക്കിടത്തി കൂർത്തുമൂർത്ത് ഇരുമ്പാണികൾ എൻ്റെ കൈകളിൽ അടിച്ചിറക്കുന്നു. ഇരുകാലുകളും കൂട്ടിപ്പണച്ച് വെച്ചുകൊണ്ട് നീളം കൂടിയാണ് എൻ്റെ പാദങ്ങളിൽ അടിച്ചിറക്കുന്നു. ഇതാവേ വേദന സഹ്യമാണ്. കുരിശ് പൊക്കിയെടുത്ത് കാകുൽത്തായുടെ ഉച്ചിയിലെ പാറക്കെട്ടിലേക്ക് വലിച്ചെറിയുന്നു. ആടി ഉലയുന്ന കുരിശിൽ അങ്ങയുടെ ശരീരഭാരം 3 മണിക്കൂർ നേരം 3 ആടിൽ കിടന്ന് പിടയ്ക്കുന്നു, വേകുന്നു, ഉരുകുന്നു. കുരിശിനടിയിൽ അമ്മയായ സന്യാസമറിയം നോക്കിയിരിപ്പുണ്ടായിരുന്നു. നിന്റെ ഹൃദയത്തെ ഒരു വാള് ഭേദിക്കുമെന്ന് ശയമോൻ പ്രവചിച്ചത് ഇപ്പോൾ അനുസ്മരിക്കുന്നു. പിതാവേ പിതാവേ, അങ്ങനെ ഏൽപ്പിച്ച ജോലിയെല്ലാം ഞാൻ പൂർത്തിയാക്കി. ഞാനിപ്പോൾ അങ്ങയുടെ പക്കലേക്ക് വരികയാണ്. ഇതാ ഞാനും അങ്ങ് എനിക്ക് തന്ന നമ്മുടെ മക്കളും. ഇത്രയും കാലൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നു. പിതാവേ, ഇപ്പോൾ ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരികയാണ്. ഇവരെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ കാത്തുരക്ഷിക്കണമേ. ഇവർ ശിക്ഷിക്കരുത്, ഇവരുടെ ശിക്ഷ എനിക്ക് നൽകണമേ. അവർക്ക് ഇത്രയും സ്നേഹസമ്പന്നനായ യേശു വളരെ ആർദ്രത്തോടുകൂടി പിതാവിനോട് പ്രാർത്ഥിച്ചു. ഇവരെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എൻ്റെ കൊണ്ടു നടന്നതാണ്. എൻ്റെ രക്തം വില കൊടുത്തു വാങ്ങിയതാണ്. ഉപദ്രവിക്കരുത്, ഇവരെ പീഡിപ്പിക്കരുത്, പ്രലോഭത്തിൽ അകപ്പെടുത്തരുത് എന്ന് പിതാവിനോട് സാക്ഷ്യം വഹിക്കുന്ന യേശുവിന് മക്കളുടെ സ്നേഹം എത്ര വലുതാകുന്നു. ആ സ്നേഹത്തിൽ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഒരു തലയാച്ച് പ്രാണൻ പിടിഞ്ഞു. മറ്റുള്ള ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഭൂഷണായി യേശുവേ, അങ്ങേക്ക് ആരാധന മഹത്വം കർത്താവേ. ആടുകൾക്ക് വേണ്ടി ജീവമാർപ്പണ യേശുവേ, അങ്ങേക്ക് ആരാധന മഹത്വം കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരഞ്ഞ യേശുവേ, അങ്ങേക്ക് ആരാധന മഹത്വം കർത്താവേ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച യേശുവേ, അങ്ങേക്ക് ആരാധന മഹത്വം കർത്താവേ. പിതാവായ അരുളി ചെയ്തു, തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്ന ഓരോന്നും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി ആ പ്രിയപുത്രൻ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും മൂവരുടെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങി വന്നു. അവരെല്ലാം ദൈവത്തെ ആരാധിക്കുകയും നോക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം അവരിലേക്ക് കടന്നു വന്നു.
എന്നെ നോക്കിയിരുന്നവർ പ്രകാശത്തിലായി. എൻ്റെ പ്രകാശം അവർ ഒപ്പിയെടുത്തു. അവരെ എൻ്റെ അടുക്കിലേക്ക് അയച്ചത് യേശുവാണ്. 1000 സൂര്യനേക്കാൾ വെല്ലുന്ന പ്രഭാപൂരിത പ്രകാശമുള്ള സ്വർഗം, അത് വെളിച്ചമുള്ള പ്രകാശമുള്ള ധവളമായ സ്വർഗത്തിൽ മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഗോത്രപിതാക്കന്മാർ, ദീർഘദർശികൾ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, പ്രവാചകന്മാർ, എൻ്റെ അമ്മയെ സന്യാസി മറിയം, നീതിമാനായ പിതാവ്, പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നുവേണ്ട എല്ലാ പ്രവാചകന്മാരും മോക്ഷവാസികളും ഒന്നടങ്കം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ആ സമയങ്ങളിൽ യേശുവിൻ്റെ മുഖം പ്രകാശം കൊണ്ട് നിറയുന്നു. വീണ്ടും സ്തുതിക്കുമ്പോൾ സൂര്യനേക്കാളും വലിയ പ്രകാശമാകുന്നു. വീണ്ടും സ്തുതിക്കുമ്പോൾ ഭൂമിയോളം വലിപ്പമുള്ള പ്രകാശഗോളമായി തീരുകയും അതിൽ നിന്ന് പ്രകാശം പ്രസരിച്ച് എല്ലാ മാലാഖമാരുടെ ശിരസിലും വന്നു നിറഞ്ഞു നിൽക്കുന്നു. അവരെല്ലാം ഇപ്രകാരം പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ച യേശു പിതാവും കൂടി സ്വർഗ്ഗകവാടം തുറക്കണമേ. സ്വർഗ്ഗകവാടം തുറന്നു കഴിഞ്ഞു. 1000കണക്കിന് കൂടാനുകൂടി നക്ഷത്രങ്ങൾ എന്നപോലെ മാലാഖമാർ ഇറങ്ങി വന്നു. അവർ പൊട്ടിക്കരയുന്നു, വാഴ്ത്തി വിളിക്കുന്നു, ചിന്തിച്ചടിച്ചു കരയുന്നു, അവർ കൈകളടിച്ചു കരയുന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ കുരിശിൽ തറച്ചു പോന്നു. കർത്താവിനെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തിപ്പെട്ട കർത്താവ് നീളം കൂടി മേലങ്കി ധരിച്ചുകൊണ്ടും ആണിപ്പഴുതുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും ഇതാ നമ്മുടെ ഇടയിൽ വന്ന് നിൽക്കുന്നു. വരുവിൻ, എഴുന്നേൽക്കുവിൻ, നമുക്ക് പ്രാതൽ കഴിക്കുവാൻ. പ്രാതൽ കഴിക്കാൻ എഴുന്നേറ്റപ്പോൾ ആകാശം കിടുങ്ങി ഉറച്ചു, ഭൂമി കുടിലം കൊണ്ടു, സകല നക്ഷത്രം കത്തിക്കറി നിലത്ത് വീണു. സൂര്യൻ ചന്ദ്രനും കരിക്കട്ടായി മാറി ആകാശം ഉടയാട പോലെ ചുരുണ്ടുപോയി. ദൈവമായ കർത്താവ് എഴുന്നേറ്റ് തൻ്റെ വിരൽ ചലിപ്പിച്ചപ്പോൾ സകല സൃഷ്ടവസ്തുക്കളും തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇത്രയും ശക്തിയുള്ള കർത്താവിനെയാണ് കുരിശിൽ തറച്ചു കൊന്നത്. താൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തന്നെ സ്വയം അർപ്പിച്ച് തൻ്റെ രക്തം കൊടുത്ത് വിലയായി കൊടുത്ത് വീണ്ടെടുപ്പിൻ്റെ വിലയായി എൻ്റെ രക്തത്തിലേക്ക് കൊണ്ട് ഒരു കറയോ ചുളിവോ ഇല്ലാതെ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് പേര് എണ്ണി ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹപിതാവായ യേശുവേ, അങ്ങേ നമസ്കാരം, സ്തോത്രം, നന്ദി, ആരാധന, മഹത്വം. നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.